നമസ്കാരം, KH ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ തീരങ്ങളിൽ ചരക്ക് കപ്പലുകളിലെ തീപിടുത്തം ഒരു തുടർക്കഥയാകുന്നു. വാൻഹായ് കപ്പലിൽ വീണ്ടും തീപിടുത്തം. കപ്പലിൻ്റെ താഴ്ഭാഗത്തെ അറയിലാണ് തീപിടുത്തമുണ്ടായത്. രാവിലെ തീ ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ കോസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിൽ തീ അണയ്ക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും വൈകിട്ടോടെ തീ വ്യാപിക്കുകയായിരുന്നു. നിലവിൽ ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് പുറത്താണ് കപ്പലുള്ളത്. പാലക്കാട് മണർകാട്ടിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ റാഗിംഗ് ചെയ്ത് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. മണർകാട് കാരാക്കുരിശി സർക്കാർ ഹൈസ്കൂളിലാണ് സംഭവം. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 8ാം ക്ലാസ്സുകാരൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗൂഗിൾ പേ നമ്പർ മാറിപ്പോയ യുവാവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 50,000 രൂപ കിട്ടിയത് മഹാരാഷ്ട്രയിലെ ഒരു സ്ത്രീക്ക്. പുതുപ്പള്ളി സ്വദേശി ഷിബുവിനാണ് പണം നഷ്ടമായത്. കോട്ടയം സൈബർ പോലീസിൻ്റെ കൃത്യമായ ഇടപെടൽ അദ്ദേഹത്തിന് പണം തിരികെ ലഭിക്കാൻ സാധിച്ചു. 36 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതകം തെളിഞ്ഞു. 1986 കുടരഞ്ഞിയിൽ കൊലപാതകം നടത്തിയെന്ന് വെളിപ്പെടുത്തിയ വെങ്ങര സ്വദേശി മുഹമ്മദ് അലിയാണ് മറ്റൊരു കൊലപാതകം കൂടി നടത്തിയെന്ന് തെളിഞ്ഞത്. 1981 ഒരാളെ കൂടി കൊലപ്പെടുത്തിയെന്നാണ് മൊഴി. ഇതോടെ 3 വർഷങ്ങൾക്കിടെ 2 കൊലപാതകങ്ങൾ ഇയാൾ നടത്തിയെന്നാണ് പോലീസ് നിഗമനം. തൊടുപുഴ പുറപ്പുഴയിൽ ഭർത്താവ് ബലം പ്രയോഗിച്ച് വിഷം കുടിപ്പിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പുറപ്പുഴ ആനിമൂട്ടിൽ സ്വദേശി ജോർലിയാണ് മരിച്ചത്. ഭർത്താവ് ടോണി മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മരണത്തിന് മുൻപ് മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ ഭർത്താവ് ബലം പ്രയോഗിച്ച് വിഷം നൽകിയെന്ന് ജോർലി തന്നെയാണ് വെളിപ്പെടുത്തിയത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ, മദ്യം, പുകയില എന്നിവയുടെ വില 50% വർദ്ധിപ്പിക്കാൻ ലോകരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്ത് ലോകാരോഗ്യ സംഘടന. വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. തൃശൂർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിലെ ഗോഡൌണിൽ നിന്ന് നിരോധിച്ച 300 മില്ലിയുടെ 2370 ബോട്ടിൽ വെള്ളം പിടിച്ചെടുത്തു. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ വിവിധ ഓഡിറ്റോറിയങ്ങൾ, അതിഥി തൊഴിലാളി ക്വാർട്ടേഴ്സ്, കാറ്ററിംഗ് യൂണിറ്റുകൾ എന്നിവിടങ്ങളിലും പരിശോധനകളും നടത്തി. അമേരിക്കയിലെ ടെക്സാസിൽ മിന്നൽ പ്രളയം, 13 പേർ മരിച്ചു. 20 കുട്ടികളെ കാണാതായി. ടെക്സാസിൽ സമ്മർ ക്യാമ്പിനെത്തിയ പെൺകുട്ടികളെയാണ് കാണാതായത്. ടെക്സാസിലെ കെയർ കൗണ്ടിലാണ് മിന്നൽ പ്രളയമുണ്ടായത്. ഗ്വാഡലുപ്പെ നദിയിൽ 45 മിനിറ്റിനുള്ളിൽ ജലനിരപ്പ് 26 അടിയായി ഉയർന്നതോടെയാണ് പ്രളയത്തിലേക്ക് മാറിയത്. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുകയാണ്. 14 ഹെലികോപ്റ്ററുകളും 12 ഡ്രോണുകളും 9 രക്ഷാസേന സംഘവും 500ഓളം രക്ഷാപ്രവർത്തകരുമാണ് സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.